ഈ കേരളത്തിലെ നിരവധി ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും പറഞ്ഞു, ഇത് സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർക്കുന്ന തലത്തിലേക്ക് പോകില്ല. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിലുണ്ടാകുന്ന ഓരോ ദിവസത്തെ അലംഭാവവും അമാന്തവും ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ജനജീവിതത്തെ ബാധിക്കുന്ന തലത്തിലേക്കാണ് പറഞ്ഞത്. സ്വാഭാവികമായും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്താ കാണുക? ഇന്നലെ വരെ ഒരു ശാഖ മാത്രമുണ്ടായിരുന്ന സഹകരണ സംഘം ഇപ്പോ 3 ശാഖ പുതുതായി തുടങ്ങി. റിസർവ് ബാങ്കിന്റെ അനുവാദത്തിന്റെ അർത്ഥം നിങ്ങൾ ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണം, ആ പണം മുഴുവൻ നൽകാനുള്ള, തിരിച്ചു നൽകാനുള്ള ആ പണത്തിന്റെ ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടി റിസർവ് ബാങ്ക് ഏൽക്കുന്നു, ഇന്ത്യ ഗവൺമെന്റ് ഏൽക്കുന്നു എന്നാണ്. ഒരു കൂട്ടർ കരുവന്നൂരിലും കണ്ണനയിലും നടത്തിയെങ്കിൽ വേറൊരു കൂട്ടർ ചെമ്പഴന്തിയിലും പുൽപ്പള്ളിയിലും നടത്തും. ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആ സൊസൈറ്റിയിൽ നടന്നിട്ടുള്ള തട്ടിപ്പിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടക്കുന്ന ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ VG വിഷ്ണു, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള എനിക്ക് മുൻപേ നമ്മളോട് ഈ വിഷയത്തിന്റെ എല്ലാ കാര്യങ്ങളും സമഗ്രമായി പ്രതിപാദിച്ചുകൊണ്ട് സംസാരിച്ച സമരസമിതിയുടെ കൺവീനർ ശ്രീ എബ്രഹാം മാസ്റ്റർ, വേദിയിലുള്ള BJPയുടെ മേഖലാ ജനറൽ സെക്രട്ടറി ശ്രീ ചെമ്പഴന്തി ഉദയൻ, അഡ്വക്കേറ്റ് RS രാജീവ്, ശ്രീ മണികണ്ഠൻ, സുനിൽ SS, ഹരി ചെല്ലമംഗലം, പ്രദീപ് കുമാർ, ശ്രീകുമാർ കേരളാതിപുരം, കഴക്കൂട്ടം ജയകുമാർ, രമാദേവി അമ്മ, ബിന്ദു സുരേഷ്, സ്വാഗതം ആശംസിച്ച ശ്രീ മണികണ്ഠൻ, ശ്രീ സുനിൽ, ബിജുവിന്റെ മക്കളായിട്ടുള്ള ഗൗരി, ലക്ഷ്മി, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, സഹകാരികളെ, ഈ പ്രദേശത്തെ നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ചെമ്പഴന്തിയുടെ മണ്ണിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മം കൊണ്ട് പരിപാവനമായിട്ടുള്ള മണ്ണാണ്. ഓരോ തവണയും ഈ മണ്ണിലെത്തുമ്പോൾ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇന്നിവിടെ ശ്രീനാരായണ ഗുരു കോളേജിന്റെ തൊട്ടു മുന്നിൽ ഈ യോഗത്തിൽ സംബന്ധിക്കുമ്പോൾ അപമാനം കൊണ്ട് ശിരസ് കുനിയുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരുടെ സുഖത്തിനായി വലയണം എന്നാണ് ഗുരുദേവൻ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ വിലപ്പെട്ട ഒരു ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ്, അതോടൊപ്പം ഈ പ്രദേശത്തെ നിരവധി ആളുകൾ ആശങ്കയിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിവിടെ ഈ യോഗം നടക്കുന്നത്. എബ്രഹാം മാഷ് സൂചിപ്പിച്ചു, കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന ഈ തരത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ച്. കേരളത്തിലെ സഹകരണ മേഖല എന്ന് പറയുന്നത് ഒരു കാലത്ത് രാജ്യത്തിന് തന്നെ മാതൃകയായിരുന്ന ഒരു സഹകരണ മേഖല. കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ സഹകരണ മേഖല എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളായിട്ടുള്ള ഒരു മേഖലയാണ്. മഹാരാഷ്ട്രയിൽ പോയി കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ പഞ്ചസാര മില്ലുകൾ, ആ പഞ്ചസാര മില്ലുകൾ മുഴുവൻ തന്നെ സഹകരണ മേഖലയിലാണ്. കർണാടകത്തില് നിരവധി മേഖലകളിൽ
ഇപ്പൊ കേരളത്തിൽ അടക്കം പ്രവർത്തനമുള്ള ക്യാംപോ പോലെയുള്ള സ്ഥാപനങ്ങൾ അടക്ക കർഷകരുടെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹകരണ സംഘമാണ് ക്യാംപോ. രാജ്യത്തെ രാസവള ഉൽപാദനത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന സഹകരണ സംഘങ്ങളാണ് ഇഫ്കോയും കിർക്കോയും ഒക്കെ. അങ്ങനെ രാജ്യം മുഴുവൻ കർഷകർക്കാണെങ്കിലും കൃഷിക്കാർക്കാണെങ്കിലും മറ്റ് കാര്യങ്ങൾ നടത്തുന്ന ആളുകളാണെങ്കിലും അങ്ങനെയുള്ള എല്ലാവർക്കും ആശ്വാസം നൽകുന്ന സ്ഥാപനങ്ങളായിട്ടാണ് സഹകരണ സംഘങ്ങൾ വളർന്നു വന്നത്. കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക്, ഇടത്തരക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ആശ്രയിച്ചിരുന്ന സ്ഥാപനങ്ങളാണ് സഹകരണ സംഘങ്ങൾ. നിക്ഷേപത്തിന് മാത്രമല്ല, അത്യാവശ്യത്തിന് വായ്പ, വൻ പലിശ നൽകി വായ്പ എടുക്കുന്നതിന് പകരം മിതമായ നിരക്കിൽ പലിശ ലഭിക്കുന്ന സ്ഥാപനങ്ങളായിട്ടാണ് നമ്മുടെ നാട്ടിൽ സഹകരണ സംഘങ്ങൾ വളർന്നു വന്നത്. പക്ഷെ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള നിരവധി സംഭവങ്ങൾ, ആ സംഭവങ്ങൾ സഹകരണ മേഖലയുടെ തന്നെ വിശ്വാസ്യത തകർക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ നടക്കുന്ന ഈ പൊതുയോഗം കുറ്റവാളികളെ കണ്ടെത്തി ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്ന് ആവശ്യപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സഹകരണ മേഖലയിൽ വിശ്വാസ്യത തകരരുത് എന്നുള്ള ലക്ഷ്യത്തോടുകൂടി. ആഷിവിടെ പറഞ്ഞു, പണയം വെച്ച പണം ആ സ്വർണം കിട്ടാതെ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മുഖമണ്ഡം വെച്ച് വായ്പയെടുക്കുന്ന സാഹചര്യം, ഇതൊക്കെ കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ നാളെ ആലോചിക്കുക, എന്നാൽ പിന്നെ ഇനി സഹകരണ സംഘത്തിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപം നടത്തണം. അത് നഷ്ടം ഉണ്ടാക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരൻ. ഈ കേരളത്തിലെ നിരവധി ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും പറഞ്ഞു, ഇത് സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർക്കുന്ന തലത്തിലേക്ക് പോകരുത്. ആളുകൾക്ക് സഹകരണ മേഖലയിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഈ നാട്ടിലെ നാട്ടുകാരെല്ലാവരും ഈ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതിന്റെ ഉദ്ദേശം സഹകരണ സംഘങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടണമെന്നുള്ള ആവശ്യത്തിലല്ല. സഹകരണ സംഘങ്ങളൊക്കെ നിലനിൽക്കണം. പക്ഷെ സഹകരണ സംഘങ്ങളിലുള്ള ആ പുഴുക്കുത്തുകളെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് ആ പുഴുക്കുത്തുകൾ എടുത്തു മാറ്റിയില്ലെങ്കിൽ ആ കുത്തുകൾ ഈ മേഖലയെ മുഴുവൻ തന്നെ കാർന്നു തിന്നു. ഒരു പുഴു ഒരു പഴത്തിലുണ്ടെന്നിരിക്കട്ടെ, ആ പുഴുവിനെ എടുത്തു മാറ്റിയാൽ ആ പഴത്തിന്റെ ബാക്കി ഭാഗമെങ്കിലും നമുക്ക് മനുഷ്യർക്ക് പ്രയോജനപ്പെടും, ബാക്കിയുള്ള ആളുകൾക്ക് പ്രയോജനപ്പെടും. പുഴു അവിടെ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ ആ പഴം മുഴുവൻ ആ പുഴു നശിപ്പിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള പുഴുക്കളെ കണ്ടെത്തണം. ആ പുഴുക്കുത്തുകളെ നീക്കം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അത് ഏറ്റവും മുൻകൈയെടുത്ത് നടപ്പിലാക്കേണ്ടത് സർക്കാരാണ്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിലുണ്ടാകുന്ന ഓരോ ദിവസത്തെ അലംഭാവവും അമാന്തവും അത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ജനജീവിതത്തെ ബാധിക്കുന്ന തലത്തിലേക്കാണ് പറഞ്ഞത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന്റെ സുഖത്തിനായി വരയണം എന്ന് പറഞ്ഞ ഗുരുദേവന്റെ മണ്ണിൽ ആ ചെമ്പഴന്തിയുടെ പേരിൽ രൂപീകരിക്കപ്പെട്ട അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റിയുടെ നടത്തിപ്പുകാര്
സ്വന്തം സുഖസൗകര്യം മാത്രം നോക്കിയപ്പോ നഷ്ടമായത് ഒരു ചെറുപ്പക്കാരന്റെ ജീവനാണ്. നിരവധി ആളുകൾക്ക് അവരുടെ സമ്പാദ്യം നഷ്ടമാകുമോ എന്നുള്ള ആശങ്കയിലാണ്. സർക്കാർ ജനങ്ങൾക്ക് ഉറപ്പ് നൽകണം. ആരെങ്കിലും ഒരാൾ അയാളുടെ കെടുകാര്യസ്ഥത കൊണ്ട് അയാൾ നടത്തിയിട്ടുള്ള തെറ്റായിട്ടുള്ള നടപടികളുടെ ഫലമായി ഒരു കൂട്ടം ആളുകൾ കാണിച്ചിട്ടുള്ള അഴിമതിയുടെ ഫലമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ജാഗ്രതക്കുറവിന്റെ ഭാഗമായി, കാരണം സഹകരണ സംഘങ്ങൾ കേരളത്തിലെ സഹകരണ വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘങ്ങളാണ്. കൃത്യമായിട്ട് ഓഡിറ്റിംഗ് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ സഹകരണ വിഭാഗത്തിനാണ്. ഓഡിറ്റ് നടത്തി ക്രമക്കേടുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംഘങ്ങളെ നേരായ വഴിക്ക് നടത്തുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സഹകരണ വകുപ്പിനാണ്. എവിടെയെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ കൂടുതൽ ആളുകളെ വഞ്ചിക്കാതിരിക്കാൻ അവർക്ക് കൂടുതൽ ശാഖകൾ തുടങ്ങാനുള്ള അവസരം കൊടുക്കാതിരിക്കേണ്ടതും സഹകരണ സംഘത്തിന്റെ ഉത്തരവാദിത്വം. കാരണം ഒരു സഹകരണ സംഘം പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്താ കാണുക? ഇന്നലെ വരെ ഒരു ശാഖ മാത്രമുണ്ടായിരുന്ന സഹകരണ സംഘം ഇപ്പോ 3 ശാഖ പുതുതായി തുടങ്ങി. അപ്പൊ അതിനർത്ഥം ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നു, സുഗമമായിട്ട് നടക്കുന്നു, നമുക്ക് ഈ സംഘത്തിൽ നിക്ഷേപിക്കാം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ജനങ്ങൾക്ക് ഈ പുതിയ ശാഖകൾ തുടങ്ങുന്നതിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് സർക്കാരിന് നിയന്ത്രണം വെച്ചിരിക്കുന്നത്. പുതിയ ശാഖകൾ തുടങ്ങണമെങ്കിൽ സർക്കാരിന്റെ അനുവാദം വേണം. ഈ സംസ്ഥാനാന്തര സഹകരണ സംഘമുണ്ട്, മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഞാനും അത്തരത്തിൽ ഒരു സഹകരണ സംഘത്തിന്റെ സ്ഥാപക പ്രസിഡന്റാണ്. 2000-ൽ തുടങ്ങിയ സഹകരണ സംഘം. അന്ന് ശാഖകൾ തുടങ്ങാൻ കേന്ദ്ര സർക്കാരിന്റെ ഒരു അനുവാദവും ആവശ്യമില്ലായിരുന്നു. കാരണം സംസ്ഥാന അന്തര സഹകരണ സംഘങ്ങൾ പൂർണ്ണമായും ജനങ്ങളുടെ പണം കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ അതിൽ ഓഹരിയില്ല. പക്ഷെ പിന്നീട് അത്തരത്തിലുള്ള സംഘങ്ങളിൽ ചില തകരാറുകൾ ഉണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു അനുവാദം വാങ്ങണം, പുതിയ ശാഖ തുടങ്ങണമെങ്കിൽ അനുവാദം വാങ്ങണം. അനുവാദമില്ലാതെ പുതിയ ശാഖകൾ തുടങ്ങാൻ പാടില്ല. അനുവാദം നൽകുന്നതിന്റെ അടിസ്ഥാനം എന്താ? കൃത്യമായിട്ട് ഓഡിറ്റ് നടന്നിട്ടുണ്ടോ, ഓഡിറ്റ് അനുസരിച്ചിട്ട് നഷ്ടമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ, കിട്ടാക്കടം ഒരു നിശ്ചിത ശതമാനത്തിൽ അധികമായിട്ട് മാറിയിട്ടുണ്ടോ. സഹകരണ സംഘങ്ങളുടെ നടത്തിപ്പുകാർ അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഈ സഹകരണ സംഘത്തെ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടോ. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് പുതിയ പുതിയ ശാഖകൾ തുറക്കാൻ അനുവാദം നൽകുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ പുതിയ ശാഖകൾ തുടങ്ങി. അപ്പൊ സ്വാഭാവികമായും ഈ നാട്ടിലെ സാധാരണക്കാരന് സംസ്ഥാന സർക്കാർ നൽകുന്ന സന്ദേശം ഈ സഹകരണ സംഘത്തിൽ കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് നടക്കുന്നു. നിങ്ങൾക്കാർക്കും ഈ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് സംശയമുണ്ടാകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ നിക്ഷേപിക്കാം. സാധാരണ ബാങ്കുകൾ, നമ്മുടെ നാട്ടിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് തുടങ്ങണമെങ്കിൽ റിസർവ് ബാങ്കിന്റെ അനുവാദം വേണം. എന്താ റിസർവ് ബാങ്കിന്റെ അനുവാദത്തിന്റെ അർത്ഥം? റിസർവ് ബാങ്കിന്റെ അനുവാദത്തിന്റെ അർത്ഥം നിങ്ങൾ ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണം, ആ പണം മുഴുവൻ നൽകാനുള്ള, തിരിച്ചു നൽകാനുള്ള ആ പണത്തിന്റെ ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടി റിസർവ് ബാങ്ക് ഏൽക്കുന്നു, ഇന്ത്യ ഗവൺമെന്റ് ഏൽക്കുന്നു എന്നാണ്. ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണം നാളെ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ ക്രമക്കേട് കാണിച്ചു, അവിടുത്തെ
അവിടുത്തെ മാനേജർ പണം കൊണ്ട് നാട് വിട്ടു. പക്ഷേ അവിടെ നിക്ഷേപിച്ചിട്ടുള്ള ഓരോ രൂപയുടെയും ഓരോ പൈസയുടെയും ഓരോ നയ പൈസയുടെയും ഉത്തരവാദിത്വം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ. അതുകൊണ്ടാണ് ഇടക്കാലത്ത് റിസർവ് ബാങ്ക് പറഞ്ഞത് കേരളത്തിലെ ഈ പ്രാഥമിക സഹകരണ സംഘങ്ങൾ എന്നുള്ള പേരിൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് ബോർഡ് വെച്ചിട്ടുള്ള നിരവധി സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിൽ ബാങ്കിംഗ് ലൈസൻസ് റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്കിംഗ് ലൈസൻസ് എടുത്തിട്ടുള്ളവരല്ലാത്തവർ ബാങ്ക് എന്നുള്ള പേര് വെക്കരുത്, പകരണം സഹകരണ സംഘം എന്ന് മാത്രമേ വെക്കാവൂ. എന്താ ഇത് രണ്ടു തമ്മിൽ വ്യത്യാസം? സഹകരണ സംഘത്തിൽ അതിൽ അംഗത്വം എടുക്കുന്നവരുടെ മാത്രം നിക്ഷേപമേ ആ സഹകരണ സംഘത്തിന് സ്വീകരിക്കാൻ അനുവാദമുള്ളൂ. പക്ഷെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്ന സഹകരണ മേഖലയിൽ നടക്കുന്ന നിരവധി തട്ടിപ്പുകൾ, അത് കരുവന്നൂരിലും നമ്മുടെ ഈ തിരുവനന്തപുരത്ത് കടക്കൂട്ടത്തിനടുത്ത് കാട്ടാക്കടക്കടുത്തുള്ള കണ്ടലയിലും പുൽപ്പള്ളിയിലുമൊക്കെ നിരവധി ഈ പറഞ്ഞ സഹകരണ സംഘങ്ങൾ, ഈ സഹകരണ സംഘങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നിക്ഷേപം, അവർ നൽകിയിട്ടുള്ള സ്വർണപ്പണയ വായ്പകൾ, ഇതിന്റെയൊക്കെ പേരിൽ വലിയ തട്ടിപ്പാണ്. പാർട്ടി രാഷ്ട്രീയ പാർട്ടിയുടെ കണക്കിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു കൂട്ടര് കരുവന്നൂരിലും കണ്ടലയിലും നടത്തിയെങ്കിൽ വേറൊരു കൂട്ടര് ചെമ്പഴന്തിയിലും പുൽപ്പള്ളിയിലും നടത്തുന്നു. അതുകൊണ്ട് നേരത്തെ ഇവിടെ മാഷ് പറഞ്ഞു, കള്ളപ്പണ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യം, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഒരു തട്ടിപ്പിൽ, ഏതെങ്കിലും ഒരു കൊള്ളയിൽ പ്രതികളാക്കപ്പെട്ടിട്ടുള്ളത് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടാവില്ല. അത് സംഭവിക്കാൻ കാരണം ഈ തട്ടിപ്പിന്റെ പണം മുഴുവൻ ആ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളിലേക്ക്, അവരുടെ അക്കൗണ്ടുകളിലേക്ക് പോയി. അങ്ങനെ പോയതുകൊണ്ടാണ് ഒരു പാർട്ടിക്കെതിരായിട്ട് ഈ തരത്തിൽ അന്വേഷണ ഏജൻസികൾ പ്രതിയാക്കിയിട്ടുള്ളത്. കാരണം കരുവന്നൂരിൽ സമ്പാദിച്ച കോടികൾ, ആ കോടികൾ അവരുടെ അക്കൗണ്ടുകളിലേക്കാണ് പോയത്. അതുകൊണ്ടാണ് ആ അക്കൗണ്ടിലുള്ള പണം ഉപയോഗിക്കുന്നത് അന്വേഷണ ഏജൻസി മരവിപ്പിച്ചു. ആ അക്കൗണ്ടിലുള്ള പണം ഉപയോഗിച്ച് വാങ്ങിയിട്ടുള്ള ഭൂമി അന്വേഷണ ഏജൻസികൾ അവര് പിടിച്ചെടുത്തു. നമ്മുടെ രാജ്യത്ത് സുതാര്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന പാർട്ടിയാണ് ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക്, വൻകിടക്കാർക്ക് സംഭാവന നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു സുതാര്യമായിട്ടുള്ള മാർഗം. ആ മാർഗം എന്നുള്ള നിലയിൽ ആരംഭിച്ച ഇലക്ടറൽ ബോണ്ട്, ആ ഇലക്ടറൽ ബോണ്ടിന് സുതാര്യത പോരാ എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്ന പാർട്ടിയാണ് ഈ രാഷ്ട്രീയ പാർട്ടി. പക്ഷേ ഈ പാർട്ടി തൃശൂരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത കണക്കിൽ, ആ കണക്കിൽ ഈ പറഞ്ഞ അക്കൗണ്ടുകളൊന്നുമില്ല. തൃശൂരിലെ CPM-ന്റെ 17 ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളുമായിട്ട് 25 അക്കൗണ്ടുകളിൽ, ആ അക്കൗണ്ടുകളെ കുറിച്ച് പരാമർശം പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയതില്ല. കാരണം ജനപ്രാതിനിധ്യ നിയമപ്രകാരം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ അക്കൗണ്ടുകളുടെ പൂർണ്ണ വിവരങ്ങൾ ഓഡിറ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയാലേ ആ രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കാനുള്ള അനുവാദമുള്ളൂ. അത് നൽകാത്തത് വലിയ ശിക്ഷയാണ്, വലിയ കുറ്റമാണ്. പക്ഷെ ഇതില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആര്യനാട് സഹകരണ സംഘം,
ആരനാട് സഹകരണ സംഘത്തിൽ CPM ഭരിക്കുന്ന ബാങ്കാണ്. മുട്ടത്തറ സഹകരണ ബാങ്കിൽ ഇതൊക്കെ CPM ഭരിക്കുന്ന തിരുവനന്തപുരത്തെ ബാങ്കുകളാണ് എന്ന് പറഞ്ഞാൽ സഹകരണ സംഘങ്ങൾ. ചെമ്പഴന്തിയിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരാളാണ് ആ ബാങ്കിന് ആ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ്. അപ്പൊ ഇതുപോലെ ഇങ്ങനെയുള്ള ആളുകൾ പലരും രാഷ്ട്രീയ പാർട്ടികളുടെ മേൽവിലാസം, ആ മേൽവിലാസം അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് എബ്രഹാം മാഷ് യഥാർത്ഥ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത്. പണ്ട് ശ്രീ ലാൽകൃഷ്ണ അഡ്വാനി അദ്ദേഹം കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവിനെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കോൺഗ്രസിന്റെ മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന കോൺഗ്രസ്സുകാരനാണ്. അധികാര രാഷ്ട്രീയത്തിന്റെ, ഇന്ന് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അധികാര രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കോൺഗ്രസ് എന്ന് പറയുന്നത് അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നില്ല, പകരം ത്യാഗത്തിന്റെ, സഹനത്തിന്റെ, സമരത്തിന്റെ പ്രതീകമായിരുന്ന കോൺഗ്രസ് ആയിരുന്നു. എബ്രഹാം മാഷെ പോലെയുള്ള അപൂർവം ചില ആളുകൾ ആ കോൺഗ്രസിന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവരായിട്ട് ഇന്നും നിലനിൽക്കുന്നു. ജനങ്ങളുടെ പണം, ഗാന്ധിജി പറഞ്ഞത് ഒരു ട്രസ്റ്റി എന്നുള്ള നിലയിൽ ആണ് കൈകാര്യം ചെയ്യേണ്ടതെന്നാണ്. ഗാന്ധിജി പറഞ്ഞത് പണം എന്റേതല്ല, ജനങ്ങൾ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നു, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് പണം കൈകാര്യം ചെയ്യേണ്ടത്. അതാണ് ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം. പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ബന്ധുക്കളടക്കം ആ ബാങ്കിന്റെ സഹകരണ അതിന്റെ ഡയറക്ടർ ബോർഡിലുണ്ട്, ജീവനക്കാരായിട്ടുണ്ട്. ഭൂമി വാങ്ങിയിരിക്കുന്നതടക്കം ഭാര്യയുടെ പേരിലോ അങ്ങനെയുള്ള ബന്ധുക്കളുടെ പേരിലോ ഒക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരുടെ പണം ഉപയോഗിച്ചിട്ട? സ്വന്തം പണമല്ല, ഈ നാട്ടിലെ സാധാരണക്കാരൻ വിശ്വസിച്ചേൽപ്പിച്ച പണം. വളരെ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ നൽകിയിട്ടുള്ള പണം. പക്ഷേ അങ്ങനെ ഒരാൾ ക്രമക്കേട് കാണിക്കുമ്പോൾ ആ ക്രമക്കേട് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള MLA അദ്ദേഹം സഹകരണ മന്ത്രി, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം സഹകരണ മന്ത്രിയായിരുന്ന കാലത്താണ് പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള അനുവാദം നൽകിയത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുതിയ ബ്രാഞ്ച് നൽകാൻ അനുവാദം നൽകുന്നതിൽ മന്ത്രിക്ക് യാതൊരു പങ്കുമില്ല എന്ന് വേണമെങ്കിൽ വാദത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും അങ്ങനെ ഒരു വാദം ഉന്നയിച്ചാൽ ഞാൻ അംഗീകരിക്കേണ്ടതാണ്. കാരണം മന്ത്രി എല്ലാ ബാങ്ക് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നതും മന്ത്രിയുടെ അപ്രൂവലോട് കൂടിയല്ല എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും. പക്ഷേ തന്റെ വകുപ്പിൽ ആ വകുപ്പ് ക്രമക്കേടുകൾ കാണിക്കുന്ന സ്ഥാപനങ്ങളെ നിലക്ക് നിർത്താൻ കാണിക്കേണ്ട ജാഗ്രത, അതാണ് ജനങ്ങൾ ആ വകുപ്പിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ ജാഗ്രത എന്തുകൊണ്ട് കാണിച്ചില്ല? ഈ സ്വന്തം മൂക്കിന് കീഴെ ചീഞ്ഞു നാറുന്നു എന്നുള്ളൊരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ട്. സ്വന്തം മൂക്കിന് കീഴെയുള്ള ചീഞ്ഞു നാറുന്നത് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്നുകിൽ ആ മൂക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നു. ഇത് രണ്ടാണെങ്കിലും പ്രശ്നമാണ്, ഏതാണെങ്കിലും പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളാണ് ജനങ്ങളെ ഈ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്കാർക്കും ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തി എല്ലാവരും ഒരുമിച്ച് വരേണ്ട ഒരാവശ്യം ഉണ്ടാവില്ലായിരുന്നു. ബിജുകുമാറിന്റെ ജീവൻ നഷ്ടപ്പെട്ട് ഉടൻ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ തരത്തിൽ കുഴപ്പങ്ങൾ കാണിച്ച ആളുകൾക്കെതിരായിട്ട് കർശനമായിട്ടുള്ള നടപടി ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഇതുപോലെയുള്ള പുഴുക്കുത്തുകൾ തടയാൻ ആവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ കാര്യങ്ങൾ നീക്കിയിരുന്നുവെങ്കിൽ അത് നടക്കുന്നില്ല. അത് നടക്കാത്ത സാഹചര്യത്തിലാണ്
ഈ നാട്ടിലെ ജനങ്ങൾക്ക് സംഘടിക്കേണ്ടി വന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. കേന്ദ്ര സർക്കാർ ഇതുപോലെയുള്ള സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സഹകരണ സംഘങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ തടയുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നിരവധി പരിശ്രമങ്ങൾ നടത്തിയത്. കേന്ദ്ര സർക്കാർ എന്ന് ഞാൻ പറയുമ്പോ BJP സർക്കാർ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. വൈദ്യനാഥൻ കമ്മിറ്റിയെ നിയോഗിച്ചതും അതിന്റെ റിപ്പോർട്ട് വന്നതും ഒക്കെ UPA സർക്കാരിന്റെ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്താണ്. പക്ഷേ കേരളത്തിൽ അത് നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ള നിലപാട് മൻമോഹൻ സിംഗ് സർക്കാർ, ആ സർക്കാർ അംഗീകരിച്ച വൈദ്യനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് പോലും കേരളത്തിൽ അട്ടിമറിക്കപ്പെട്ടു. രാജ്യവ്യാപകമായി സഹകരണ സംഘങ്ങൾക്ക് ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള 97ാം ഭരണഘടനാ ഭേദഗതി, ആ ഭേദഗതി ഞാൻ അംഗീകരിക്കുന്നു, മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്താണ് കൊണ്ടുവന്നത്. പക്ഷെ അത് കേരളത്തിൽ അട്ടിമറിക്കപ്പെട്ടു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ സഹകരണ മന്ത്രാലയം രൂപീകരിച്ചപ്പോ അതിനെതിരായിട്ട് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നിന്നിട്ട് പ്രതിഷേധമുയർത്തി. എന്ന് പറഞ്ഞത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ കേന്ദ്രം വിഴുങ്ങാൻ പോകുന്നു, ഇതാണെന്ന് പ്രചാരണം നടത്തിയത്. MV ഗോവിന്ദൻ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് കേരളത്തിലെ നിക്ഷേപകരെ കൊള്ളയടിക്കാനുള്ള നീക്കമായി വേണം അമിത്ഷാ കൊണ്ടുവന്ന കേന്ദ്ര സഹകരണ നിയമത്തെയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനാന്തര സഹകരണ സംഘങ്ങളെയും കാണേണ്ടത് എന്നാണ്. ആരാ കൊള്ളയടിക്കുന്നതെന്ന് ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം. ആരെങ്കിലും കൊള്ളയടിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാനാന്തര സഹകരണ സംഘങ്ങളിൽ പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്തിയത്. പക്ഷേ ഇതൊന്നും കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 2021 റിസർവ് ബാങ്ക് മുന്നോട്ട് വെച്ച നിർദ്ദേശം, ബാങ്കിംഗ് ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങൾ, ബാങ്ക് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോഴും കേരളത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. ആ അടിയന്തരമായിട്ടുള്ള നടപടികൾ ഈ നാട്ടിലെ സാധാരണക്കാരന് സഹകരണ മേഖലയിലുള്ള വിശ്വാസം, ആ വിശ്വാസം വീണ്ടെടുക്കാൻ ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോഴേ ജനങ്ങൾക്ക് സഹകരണ മേഖലയിലുള്ള വിശ്വാസം ഉണ്ടാവും. അല്ലെങ്കിൽ നാളെ ഇന്നിപ്പോ ഈ ഒരു സഹകരണ സംഘം, ഇവിടെ തൊട്ടടുത്ത് നിരവധി സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സഹകരണ സംഘങ്ങളിലൊക്കെ പണം നിക്ഷേപിച്ച ആളുകളുടെ മനസ്സിൽ, അവരുടെ മനസ്സിൽ ഒരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഇന്ന് ചെമ്പഴന്തിയാണെങ്കിൽ നാളെ ഇവിടെ ആയിക്കൂടെ എന്നൊരു ചോദ്യം ഉയർന്നു വന്നാൽ സാധാരണക്കാരെ ചിന്തിക്കുക, എങ്കിൽ അവിടെ നിക്ഷേപിക്കണം, നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിക്കാം, പ്രൈവറ്റ് ഫൈനാൻസിയേഴ്സിന്റെ കയ്യിൽ കൊടുക്കാം എന്നടക്കം ആളുകൾ ചിന്തിച്ചാൽ വീണ്ടും നമ്മളെല്ലാവരും ഈ നാട്ടിൽ കഴുത്തറപ്പൻ പലിശ ഈടാക്കുന്നവരുടെ അവരുടെ കൈകളിലേക്ക് നമ്മുടെയൊക്കെ കഴുത്ത് കൊണ്ടുപോയി വെച്ചു കൊടുക്കലായിരിക്കും. സർക്കാർ ആഗ്രഹിക്കുന്നത് അതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സർക്കാർ അതാണ് ആഗ്രഹിക്കുന്നത് എന്നാരെങ്കിലും സംശയിക്കാതിരിക്കണമെങ്കിൽ അടിയന്തരമായിട്ട് ഈ തരത്തിലുള്ള പുഴുക്കുത്തുകൾ കണ്ടെത്തി നീക്കം ചെയ്യാൻ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. ഈ ബാങ്കിന്റെ പ്രസിഡന്റിനെ കോൺഗ്രസ് പുറത്താക്കി എന്നൊക്കെയാണ് പറയുന്നത്. അത് പുറത്താക്കുന്നതോ അകത്താക്കുന്നതോ ഒക്കെ ആ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ്. അതിലൊന്നും നമുക്കാർക്കും ഒരഭിപ്രായം പറയേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുറത്താക്കിയത് കൊണ്ട് ജനങ്ങൾക്കാർക്കും അവരുടെ പണം തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ പുറത്താക്കിയാലെന്താ, അകത്തായാലെന്താ? പ്രശ്നം ആഭ്യന്തര പ്രശ്നം, അത്
ആ പാർട്ടി തീരുമാനിക്കട്ടെ. പ്രശ്നം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിയാണ്. പ്രശ്നം ഇവിടെ ജീവൻ നഷ്ടപ്പെട്ട മിജുകുമാറിന്റെ കുടുംബത്തിന് നീതി കിട്ടുക എന്നുള്ളതാണ് പ്രശ്നം. ഈ നാട്ടിലെ നൂറുകണക്കിന് ആളുകൾ അവിടെ നിക്ഷേപിച്ചിട്ടുള്ള പണം, ആ പണം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തലാണ്. അതുകൊണ്ട് ജനങ്ങളുടെ നിക്ഷേപത്തിന് സർക്കാർ ഗ്യാരണ്ടി നൽകണം. സർക്കാർ പറയണം, ഈ നിക്ഷേപത്തിനുള്ള മുഴുവൻ പണവും സംസ്ഥാന സർക്കാർ തിരിച്ചു നൽകാനുള്ള ഉത്തരവാദിത്വം ഏൽക്കുന്നു. കാരണം സർക്കാരാണ് അനുവാദം കൊടുത്തത്, സർക്കാരാണ് പുതിയ ശാഖകൾ തുടങ്ങാൻ അനുവാദം കൊടുത്തത്. അതുകൊണ്ട് ഇവിടെ ഒരു തരത്തിലുള്ള ക്രമക്കേടുമില്ല എന്നുള്ള ധാരണ, ആ ധാരണ ഈ നാട്ടിലെ സാധാരണക്കാരന് നൽകിയത് സംസ്ഥാന സർക്കാരാണ് എന്നിരിക്കെ ഈ നാട്ടിലെ ഓരോ നിക്ഷേപകരും അവർ നിക്ഷേപിച്ചിട്ടുള്ള തുക, വിജയകുമാറിന്റെ കുടുംബത്തിന്റെ പ്രശ്നം നിക്ഷേപിച്ച പണമല്ല, വായ്പയെടുത്ത പണത്തെക്കുറിച്ച് അടക്കം തെറ്റിദ്ധാരണജനകമായിട്ടുള്ള പ്രചരണങ്ങൾ, ഓരോ ദിവസവും മാറി മാറി വരുന്ന തുകകൾ, ആ തുകകളാണ് പുറത്തു വരുന്നത്. ഇതിലെ വസ്തുത എന്താണ്? ഇതിൽ ആരുടെ ഭാഗത്താണ് വീഴ്ചയുണ്ടായിട്ടുള്ളത്? ആരാണ് ഇതിന് ഉത്തരവാദി? ആ ഉത്തരവാദികളെ ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തണം. അതിന് അടിയന്തരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. അതല്ല കരുവന്നൂരിലെ പോലെ ഇന്നലത്തെ ഒരു പത്രത്തിൽ കണ്ടു, വായ്പയെടുത്ത ഏതാണ്ട് 100-ലധികം കോടി രൂപ പല ആളുകളുടെ പേരിലാണ് എടുത്തിരിക്കുന്നത്. ആ പണമൊക്കെ എവിടെ പോയി എന്ന് പോലീസിന് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ചെമ്പഴന്തിക്കാരെയും കരുവന്നൂരുകാരെ പോലെ നെട്ടോട്ടം ഓടിക്കാനാണ് സർക്കാരിന്റെ താല്പര്യമെങ്കിൽ ഇവിടെ സംഘടിച്ചിരിക്കുന്ന ജനങ്ങൾ ഇതുപോലെ സമാധാനപരമായിട്ടൊരു പൊതുയോഗം നടത്തി പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടല്ല സംഘടിച്ചിരിക്കുന്നത്. നിയമമാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏതറ്റം വരെയും പോകാൻ ഇവിടുത്തെ ജനങ്ങൾ നിർബന്ധിതരാകും. അങ്ങനെ ജനങ്ങൾ നിർബന്ധരാകുന്ന സാഹചര്യമുണ്ടായാൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ സാധാരണക്കാരനോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ തരത്തിലുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കുറ്റക്കാരായിട്ടുള്ള ആളുകളെ അവർക്കെതിരായിട്ട് കർശനമായിട്ടുള്ള നടപടികൾ എടുക്കുക, പുഴുക്കുത്തുകൾ നീക്കം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുക, ഇവിടുത്തെ നിക്ഷേപകരായിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ അവരുടെ പണത്തിന്റെ കാര്യത്തിലുള്ള ഗ്യാരണ്ടി ഉറപ്പുവരുത്തുക, ആ ഗ്യാരണ്ടി ഉറപ്പുവരുത്തുക എന്നുള്ള ആവശ്യമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത്. അധർമ്മപക്ഷത്തു നിന്ന് ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്തു നിന്ന് പരാജയപ്പെടുന്നതാണ് എന്നുള്ള ഗുരുവചനം, ആ ഗുരുവചനം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ധർമ്മപക്ഷത്തു നിന്ന് പോരാടാൻ അതിനു വേണ്ടിയിട്ട് ചെമ്പഴന്തിയിലെ നിക്ഷേപകർക്കൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വ്യക്തിപരമായി ഞാൻ ഉണ്ടാകും എന്നുകൂടി ഉറപ്പ് നൽകിക്കൊണ്ട് നമ്മുടെ ഈ പോരാട്ടം വിജയത്തിലെത്തും എന്നുള്ള ഉറപ്പ്, ആ ഉറപ്പോടുകൂടിയിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.